നമസ്കാരം. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം 0.5% ഉയർന്ന് 882 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത്. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇന്ന് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കുന്നത്. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു. കമ്പനിയുടെ റവന്യൂ 25% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും പ്രോഫിറ്റ് 2.5 മടങ്ങ് അല്ലെങ്കിൽ 2.5 ഇരട്ടിയായി ഉയരുകയും ചെയ്തു. 4,547 കോടി രൂപയുടെ പ്രോഫിറ്റാണ് അനലിസ്റ്റ് ടാറ്റ മോട്ടോഴ്സിൽ നിന്നും പ്രതീക്ഷിച്ചത്. ആക്ച്വൽ പ്രോഫിറ്റ് 7,025 കോടിയിലേക്ക് ഉയർന്നു. കഴിഞ്ഞ വർഷം ക്വാർട്ടർ 3ൽ 2,957 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയത്. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ വളരെ വലിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ കമ്പനിയുടെ റവന്യൂ 25% വർദ്ധിച്ച് 1,10,577 കോടിയായി മാറി. കഴിഞ്ഞ വർഷം ക്വാർട്ടർ 3ൽ 88,489 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അനലിസ്റ്റ് ഇപ്രാവശ്യം 1,08,169 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു ടാറ്റ മോട്ടോഴ്സിൽ നിന്നും പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് റവന്യൂ, ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് കമ്പനി അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു. പാസഞ്ചർ ആൻഡ് കൊമേഴ്സ്യൽ വെഹിക്കിൾസിലുണ്ടായിരിക്കുന്ന ഡിമാൻഡ് വർധനവും ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്യാഷ് കൗവായ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ മികച്ച പെർഫോമൻസുമാണ് ടാറ്റ മോട്ടോഴ്സ് ഈ ക്വാർട്ടറിൽ മികച്ച പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ കമ്പനിയുടെ എബിറ്റ 42.5% വർദ്ധിച്ച് 15,333 കോടിയായി മാറുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 171 ബേസിസ് പോയിൻ്റ് ഉയർന്ന് 13.94% മെച്ചപ്പെടുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ മേജർ സബ്സിഡറിയായ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ റവന്യൂ 58,683 കോടിയിൽ നിന്നും 76,665 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ടോട്ടൽ വെഹിക്കിൾ സെയിൽസിലും വർധനവുണ്ടായി. 2,28,169 യൂണിറ്റിൽ നിന്നും ടോട്ടൽ വെഹിക്കിൾ സെയിൽസ് 2,34,981 യൂണിറ്റിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു. എല്ലാ സെഗ്മെൻറ്റിലും കമ്പനി അതിൻ്റെ സെയിൽസും കൂടാതെ എല്ലാ പാരാമീറ്റേഴ്സും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിലും സ്ട്രെങ്ത് കാണാൻ സാധിക്കും. ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ ഡീലിവറേജിംഗ് പ്ലാനിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം 9,500 കോടി രൂപയുടെ കടബാധ്യത വീട്ടുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് 878 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിന് 925-900 എന്ന റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ട്. സ്റ്റോക്ക് മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ 1000 എന്ന ലെവൽ മറികടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക 800, 780 തുടങ്ങിയ ലെവലുകൾ. 600 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ 3 മാസം കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ വളരെ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് ഇന്നത്തെ ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ പെർഫോമൻസ് മോശമാകാനാണ് സാധ്യത. ദേവയാനി ഇൻ്റർനാഷണലിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്ക് 2.78% ഇടിഞ്ഞ് 172 രൂപ 90 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി QSR സെഗ്മെൻറ്റിലെ ഒരു പ്രമുഖ കമ്പനിയാണ്. വാല്യൂഷൻ 117.61. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ക്വാർട്ടർ 3ൽ നെറ്റ് പ്രോഫിറ്റ് 87% ഇടിഞ്ഞ് 9.6 കോടിയായി മാറി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. കമ്പനിയുടെ റവന്യൂ 6.6% വളർച്ച മാത്രമാണ് കൈവരിച്ചത്. 791 കോടിയിൽ നിന്നും റവന്യൂ 843 കോടിയിലേക്ക് ഉയർന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ എബിറ്റ 17% ഇടിഞ്ഞ് 146 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 22.1%-ൽ നിന്നും 17.3%-ലേക്ക് ഇടിയുകയും ചെയ്തു. വീക്ക് കൺസ്യൂമർ സെൻറ്റിമെൻറ്റും കൺസ്യൂമർ സ്പെൻഡിങ് കുറഞ്ഞതിൻ്റെയും പശ്ചാത്തലത്തിലാണ് QSR സെഗ്മെൻറ്റിലെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സെഗ്മെൻറ്റിലെ ദേവയാനി ഇൻ്റർനാഷണൽ പോലുള്ള സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യുന്നത്. ദേവയാനി ഇൻ്റർനാഷണൽ എന്ന കമ്പനി അതിൻ്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണത്തിൽ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ഇപ്രാവശ്യം തായ്ലൻഡിൽ 283 KFC സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ഗ്ലോബലി ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകളുടെ എണ്ണം 1735 കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു.
2024 2000-ത്തിലധികം ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകൾ ഗ്ലോബലി കമ്പനി ഓപ്പൺ ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് 2026 ടാർഗറ്റാണ് കമ്പനി 2024 അച്ചീവ് ചെയ്യാൻ ലക്ഷ്യമിടുന്നത്. ഈ ക്വാർട്ടർ 3ൽ ഏകദേശം 94 പുതിയ സ്റ്റോറുകൾ കമ്പനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 1452 ഉയർന്നിട്ടുണ്ട്. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി 647 KFC സ്റ്റോറുകളും 570 പിസ്സ ഹട്ട് സ്റ്റോറുകളും 184 കോസ്റ്റ കോഫി സ്റ്റോറുകളും ഓപ്പറേറ്റ് ചെയ്യുന്നു. 173 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ടിനെ ഫ്രീക്വൻ്റ്ലി ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്നും ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ സ്റ്റോക്ക് 150 140 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്